ഈ അസറ്റ് വേദികളിൽ വന്ന് വൈകി എത്തിയതിന് ക്ഷമാപണം ചോദിക്കുന്നതൊരു സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട് എൻ്റെ വക. പക്ഷേ ഇന്ന് സത്യത്തിൽ ഞാനൊരു 5 മിനിറ്റ് അപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ദിലീപ് ആദ്യം വിളിച്ച് ചോദിച്ചത് നമുക്ക് ഈ സംസ്ഥാന പുരസ്കാരങ്ങൾ നടക്കുന്നതിന് മുൻപ് ഈ പരിപാടി തീർക്കണോ അതോ അത് കഴിഞ്ഞിട്ട് ഇത് വെക്കണോ എന്നാണ്. അപ്പോൾ എന്നോട് അവിടുന്ന് പറഞ്ഞിരുന്ന സമയം 6:30 മുതൽ 7:30 വരെ ആയതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് 7:45 എത്തിക്കോളാം എന്ന് ഏറ്റതാണ്. അപ്പോൾ സോറി വൺസ് അഗെയിൻ ടു കീപ്പ് യു ഓൾ വെയിറ്റിംഗ്. ഈ അസറ്റ് ഹോംസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയ്ക്ക് ഇപ്പോൾ എന്നെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി സുനിലിൻ്റെ എന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എപ്പോൾ വിളിച്ചാലും ഹൈദരാബാദ് ആ പടം അല്ലെ ബോംബെ മറ്റേ പടം നിങ്ങളെ കിട്ടുന്നില്ല. അപ്പോൾ സത്യത്തിൽ എന്നെ കിട്ടാത്തതല്ല, ഞാൻ അസറ്റ് ഹോംസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ഹാൻഡ് ഓവർ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എൻ്റെ അറിവിൽ ഇത്രയും സ്പീഡിൽ ഇത്രയും അധികം പ്രോജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന മറ്റൊരു ബിൽഡർ ഇന്ത്യയിലുണ്ടോ എന്ന് സംശയമാണ്. 90ാമത്തെ പ്രോജക്റ്റ് അല്ലേ, 90ാമത്തെ പ്രോജക്റ്റ്. ഞാൻ ആദ്യമായി ഒരു അസറ്റ് വേദിയിൽ പങ്കെടുക്കുമ്പോൾ 17 or 20 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിടയിൽ 90 പ്രോജക്റ്റുകൾ, 8000-ലധികം ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഒരു വലിയ ലെഗസിയാണ്. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു കൺസ്യൂമബിൾ അല്ലല്ലോ അസറ്റിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. വീടുകളാണ്. വീടുകൾ എന്ന് പറയുന്നത് വളരെ ഇമോഷണലി കൺസ്യൂമറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം എന്ന് തന്നെ പറയാം. അസറ്റിൻ്റെ കസ്റ്റമർ ബേസിൽ ഒരു വലിയ വിഭാഗം അവരുടെ ആദ്യത്തെ വീട് വാങ്ങിക്കുന്ന കസ്റ്റമർ ബേസാണ്. ലൈഫിലെ ഒരു വലിയ ആഗ്രഹം അവർ സേവ് ചെയ്ത് അവരുടെ സേവിങ്സിൽ നിന്നുകൊണ്ട് ഒരു വീടിനുള്ളൊരു ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ആഗ്രഹം പലപ്പോഴും നിറവേറുന്നത് അസറ്റിലൂടെയാണ്. അപ്പോൾ ഇത് വളരെ ഇമോഷണലി നമ്മുടെ കസ്റ്റമർ ബേസുമായി കണക്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു ഫാമിലിയാണ്. ഞാൻ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിലും എന്നെ പലപ്പോഴും മലയാളികൾ വന്ന് പരിചയപ്പെടാറുള്ളത് ഞങ്ങൾ ഇന്ന അസറ്റിലാണ് കേട്ടോ താമസം എന്നാണ്. അപ്പോൾ അത് പറയുമ്പോൾ ശരിക്ക് അസറ്റിലായതുകൊണ്ട് നമ്മളൊക്കെ പരിചയക്കാരല്ലേ എന്നുള്ള എനിക്കത് ഇഷ്ടമാണ് ആക്ച്വലി. ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നൊരു ബ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ എന്ന് ഒരു കസ്റ്റമർ വന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ആ ബ്രാൻഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത്തരമൊരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ആ ബ്രാൻഡിൻ്റെ കസ്റ്റമേഴ്സിനോട് കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ക്രെഡിബിലിറ്റിയാണ്. അപ്പോൾ അതിന് ഫുൾ ക്രെഡിറ്റ്സ് ടു സുനിൽ ആൻഡ് ദി എൻറ്റയർ ടീം ബിഹൈൻഡ് അസറ്റ് ഹോംസ്. ഞാൻ അവരുടെ വളർച്ചയെ, ഹൗ ദേ ഓപ്പറേറ്റ് വളരെ അടുത്ത് കണ്ട ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എങ്ങനെയാണ് ഈ ബ്രാൻഡിൻ്റെ ഈഥോസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് അവർ അപ്ഹോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ടൊരു വ്യക്തിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തത് സത്യത്തിൽ ഈ പാൻഡമിക് സമയത്തുണ്ടായിട്ടുള്ള ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു കാലയളവാണ്. ആരുടെയും കുറ്റമല്ല, പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളിലേക്ക് പേയ്മെൻറ്റ്സ് വരാതിരിക്കുക, സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് പേയ്മെൻറ്റ്സ് കൊടുക്കാൻ സാധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം ഡിഫിക്കൽട്ട് പീരീഡുകളിൽ എങ്ങനെയാണ് ഒരു ബ്രാൻഡ് അപ്പോഴും അവരുടെ ക്രെഡിബിലിറ്റി അപ്ഹോൾഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു വലിയ സൂചന എന്താണ് ഈ ബ്രാൻഡിൻ്റെ റിയൽ മെറിറ്റ് എന്നുള്ളതിന്. അപ്പോൾ ഐ വാസ് ട്രൂലി ഇംപ്രസ്ഡ് ആ ഒരു ഡിഫിക്കൽട്ട് ഫേസിൽ എങ്ങനെയാണ് സുനിലും ടീമും ഈ ബ്രാൻഡിനെ നയിച്ചത് എന്നുള്ളത്. സോ ആസ് ദി ലോങ് സ്റ്റാൻഡിങ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് ദിസ് വണ്ടർഫുൾ ബ്രാൻഡ്, ഇന്ന് ഈ 90ാമത്തെ പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അസറ്റിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന പുതിയ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ പേരിലും അസറ്റ് ഹോംസിൻ്റെ പേരിലും ഒരു വലിയ സ്വാഗതം ഞാൻ അർപ്പിക്കുന്നു. വെൽക്കം ടു ദി അസറ്റ് ഫാമിലി. ഈ സാധാരണ ഈ ക്രിക്കറ്റ് കളിയിലൊക്കെ സെഞ്ചുറിയൊക്കെ അടിക്കുമ്പോൾ ആ മാച്ച് കാണാൻ അവിടെ BCCI ചെയർമാനോ അല്ലെങ്കിൽ ആ ടീമിൻ്റെ ഉടമസ്ഥനോ ഒക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്രൗഡിനെ ബോധ്യപ്പെടുത്താനെങ്കിലും സെഞ്ചുറി അടിച്ച ബാറ്റ്സ്മാന് ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 5 വിക്കറ്റ് എടുത്ത ബോളർക്ക് എന്തെങ്കിലും 1 കോടി രൂപ സമ്മാനം കൊടുക്കുക എന്നുള്ള അത്തരം പദ്ധതികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ദിവസം ഈ ചടങ്ങ് നടക്കുന്നതുകൊണ്ടൊരു ഫ്ലാറ്റൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അത് പൊന്നാടയിൽ ഒതുക്കിയ സുനിലിനും അസറ്റിൻ്റെ ടീമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ഹാൻഡ് ഓവർ ചടങ്ങുകൾക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസറ്റിൻ്റെ ഒരുപാട് എക്സൈറ്റിംഗ് പ്രോജക്റ്റുകൾ കേരളത്തിൽ വരുന്നുണ്ട്.
അതിനെക്കുറിച്ചെല്ലാം പറയാൻ എനിക്ക് ആധികാരികതയില്ല, എനിക്ക് എനിക്ക് പെർമിഷനും ഇല്ല. പക്ഷേ ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് പ്രോബബ്ലി ഇൻ ടേംസ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ യു ഹവ് ജോയിൻഡ് ഹാൻഡ്സ് വിത്ത് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് യങ് ബ്രാൻഡ് ഇൻ കേരള ടുഡേ. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൽ ഞാനും പങ്കുചേരുന്നു. ആൻഡ് ഐ എം ഫോർ എവർ പ്രൗഡ് ദാറ്റ് അസറ്റ് ഹോംസ് എന്ന് പറഞ്ഞാൽ അത് പൃഥ്വിരാജിൻ്റെ പേരുമായി ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ ഐ എം ഫോർ എവർ പ്രൗഡ്. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് വീണ്ടും എത്താൻ സാധിച്ചത്. ജനിച്ച് വളർന്ന നാട്ടിൽ ഒരു വലിയ അംഗീകാരം കിട്ടിയ ഒരു ദിവസം തന്നെ ഇതുപോലൊരു നല്ല സായാഹ്നത്തിൽ ഒരു നല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഈശ്വരനോട് നന്ദി പറയാം. താങ്ക് യു ഓൾ.